സ്പൈസ് ഡിഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മീൻ അച്ചാറിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ അച്ചാർ ഞാൻ ചൂരമീൻ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് മീൻ വെച്ചാൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്ന കാര്യം പറയാനാണെങ്കിൽ ഇതിന്റെ ചൂട് ആറിയതിനു ശേഷം ഏതെങ്കിലും ഒരു എയർടൈറ്റ് ബോക്സിലോ കണ്ടെയ്നറിലോ ആക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഈ അച്ചാർ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് മാക്സ് ടു 2 to 3 days മാത്രമേ പോവുള്ളൂ. അത് അപ്പോഴത്തേക്കും തീരും നമ്മുടെ ഈ അച്ചാർ. അപ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ അച്ചാർ തയ്യാറാക്കാൻ ഞാനിവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചൂരമീനിൻ്റെ സ്കിന്നും മുള്ളും എല്ലാം മാറ്റിയിട്ട് നന്നായി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 4 ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി, ഇത് ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂണോളം വരും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മീൻ നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം 1 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. എന്നാലും ഇതിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാ മീനിൻ്റെ പീസസും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ അച്ചാർ തയ്യാറാക്കാനായി ഞാനിവിടെ 2 ഫുള്ള് വെളുത്തുള്ളിയുടെ അല്ലികളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 പീസ് ഇഞ്ചി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മീൻ വറുത്ത സെയിം എണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. എല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത സമയത്ത് അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അച്ചാറിന് എത്രയാണോ ഉപ്പ് വേണ്ടത് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീനിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ മീനും മസാലക്കൂട്ടും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ 1.5 കപ്പ് വിനീഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇത്രയും ചേർക്കുന്നത് കാരണം നമ്മൾ മീനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു ഈ വിനീഗറെല്ലാം അതിലേക്ക് വലിച്ച് നല്ലോണം അബ്സോർബ് ആവും. അതുകൊണ്ടാണ് 1.5 കപ്പ് ചേർത്തത്. വലിയ കപ്പല്ല, ചെറിയ കപ്പിൽ 1.5 കപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിനീഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന മീൻ അച്ചാർ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് പാത്രത്തിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറിനകത്ത് വെച്ച് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഈ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3 ദിവസമേ പോവുള്ളൂ. അത്രേ ഇതുള്ളൂ. നമ്മളെ വീട്ടിലെല്ലാവർക്കും ഈ അച്ചാർ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ ഇത് കേടാവുന്നത് അങ്ങനെ അതൊരു ടെൻഷനേ ഇല്ല. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം തീരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. So thank you so much for watching my video.